ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത് ചിക്കൻ ചുക്ക എന്ന ഡിഷുമായിട്ടാണ്. ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അഡാറായിട്ട് എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഒന്നുണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചിക്കനെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അതാണ് ചിക്കൻ ചുക്കയ്ക്ക് പറ്റിയ സൈസ്. അപ്പോൾ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മൾ ബിരിയാണിക്കും അതുപോലെ നെയ്ച്ചോറിനൊക്കെ വേണ്ടിയിട്ട് വഴറ്റാറില്ലേ, അതുപോലെ. പക്ഷെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും കരിഞ്ഞു പോകാനിട വരരുത്. 1 കിലോ ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്തു. നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് ഈ ചിക്കൻ ചുക്ക. നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ വളരെ നല്ലതാണ്. ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കുറച്ചുകൂടെ നല്ല ഫീല് നമുക്ക് കിട്ടും. അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചെടുത്ത നാടൻ കുരുമുളക് പൊടിയാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. കാരണം അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് നമ്മളുടെ വറുത്ത് കോരി വെച്ച ഉള്ളിയാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ വേവിച്ചെടുക്കാം. നമ്മൾ ഉള്ളി വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനെ നമുക്ക് മുഴുവനായിട്ട് തവയിൽ നിരത്തി കൊടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് ചിക്കനെ അങ്ങ് വേകാനായിട്ട് വയ്ക്കാം. നമ്മളൊട്ടും അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ചിക്കൻ ചുക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ചിക്കനിൽ നിന്ന് ഊർന്നു വരുന്ന വെള്ളവും അതുപോലെ തന്നെ നെയ്യും ഒക്കെ കൊണ്ടാണ് ചിക്കൻ വെന്ത് കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളം നമുക്ക് ചേർക്കാതെ വെക്കാം. മൂടി വെച്ചാൽ 5 മിനിറ്റ് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ചിക്കൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. വീണ്ടും നമുക്കൂടെ ഒന്നുകൂടെ കവർ ചെയ്ത് വെക്കാം. വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴേക്കും കണ്ടോ, ആഹാ, നല്ലതായിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എണ്ണയും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് നമുക്ക് ഇതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ ഗ്രേവി ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരികയാണ്. നല്ല തിക്ക് ഗ്രേവി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെയുള്ള ചോറിൻ്റെയും ഒക്കെ നമുക്ക് കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ അജിനുസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.